ഇനി നമുക്കൊരു മത്തങ്ങ പായസം ഉണ്ടാക്കാം. അതിനായി ഒരു മത്തങ്ങേൻ്റെ ഒരു ചെറിയ കഷ്ണം എടുക്കുന്നുണ്ട്, അത് വേവിച്ച് വെച്ചത്. നെയ്യ് വേണം. പിന്നെ വേണ്ടത് അണ്ടിപ്പരിപ്പ്, പിന്നെ കുറച്ച് മുന്തിരിങ്ങ വേണം. നമ്മൾ പായസത്തിലെല്ലാം ഇടുന്ന പോലെ. പിന്നെ കുറച്ച് തേങ്ങ ചെറിയത് കുറച്ചും കൂടി. ഞാനൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ചേ ഉള്ളൂ. ഞാനൊരു ചെറിയ കഷ്ണം മത്തങ്ങ എടുത്തിട്ടുള്ളൂ. ഒരു 200 ഗ്രാം ഉണ്ടാവും, അത്രേ ഉള്ളൂ. കുറച്ച് കിസ്മിസും കുറച്ച് അണ്ടിപ്പരിപ്പും ചേർത്ത് ഞാൻ വാട്ടി വെക്കുന്നുണ്ട്. അതിനുശേഷം ആ പാനിലേക്ക് തന്നെ, അതിൽ നെയ്യ് ഒഴിച്ചുകൊണ്ട് ആ പാനിലേക്ക് തന്നെ ഞാൻ മത്തങ്ങ വേവിച്ച് ഉടച്ച് വെച്ചതാണ്. മത്തങ്ങ ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട്. ആ നെയ്യിൻ്റെ മണമെല്ലാം അതിലേക്ക് പിടിക്കട്ടെ. നെയ്യിൻ്റെ ബാക്കി ഭാഗം ഇതെല്ലാം ഇതിലേക്ക് പിടിക്കട്ടെ. നല്ലോണം ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട്. അത് ഞാനിത് വേറെ പാനിലേക്ക് മാറ്റുകയാണ്. ശർക്കര പാനിയെല്ലാം ചേർക്കുമ്പോൾ ഒഴുകി പോകാതിരിക്കുന്നുണ്ട്. ശർക്കര പാനിയാണ്. ഇതിൽ 4 വെല്ലം ഞാൻ എടുത്തിട്ട് ഉരുക്കിയതാണ്. നിങ്ങൾക്ക് മധുരം കൂടുതലാണെങ്കിൽ ഒരു വെല്ലം കൂടി ചേർക്കാം. നല്ലോണം പാനി ഇതിലേക്ക് ചേർത്ത് ഇളക്കി നല്ലോണം യോജിക്കുക. വേണമെങ്കിൽ തരി ഇഷ്ടമല്ലാത്തവരുണ്ടെങ്കിൽ ഒരു മിക്സിയിൽ ഒരു ജാറിലിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. വേവിച്ചതിന് ശേഷം ഞാനിതൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ തന്നെ ചെറിയതായിട്ട് കടിക്കുന്നുണ്ടാവും. തേങ്ങ ഇട്ട് കൊടുക്കാം. 2 സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കുന്നുള്ളൂ. നിങ്ങൾ വലുതായിട്ടൊരു മത്തങ്ങ മൊത്തം എടുക്കുമ്പോൾ ഇതിനനുസരിച്ച് അധികം കൂട്ടണം. ഇതിൽ ചേർക്കുന്ന സാധനമെല്ലാം ഞാൻ ചെറിയൊരു കഷ്ണം എടുത്തിട്ടുള്ളൂ. പായസം റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം.